മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കുന്നത്തൂരിലത്ത് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ ശ്രീ മൂകാംബിക ജ്യോതിശാലയം പറവൂർ കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പ്രവർത്തനം. ഫോൺ നമ്പർ 9388605541. പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും അനുമോദന സമ്മേളനവും നടത്തി. പ്രസിഡന്റ് സേവി താണിപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും അനുമോദന സമ്മേളനവും മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീ ജോസഫ് പനിക്കലും ശ്രീ സിപ്പി പള്ളിപ്പുറവും അവർ മുഖ്യനെയും ഈ വിദ്യാലയവുമായി നല്ല നിലയിൽ പരിചയപ്പെടുത്താനുള്ള അവസരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയാണ്. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന് സെന്റ് മേരീസ് ഹൈസ്കൂൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന് സോസ എന്നാണ് നിങ്ങൾ ചുരുക്കത്തിൽ നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് പഴയ മന്ത്രി ശ്വാസന പൂക്കൾക്ക് പോകുന്നത് അങ്ങനെ നല്ല പേരിട്ട് പ്രവർത്തിക്കുന്ന എന്ന് മാത്രമല്ല അർത്ഥവത്തായി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണിത് എന്ന് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സേവി താണിപ്പള്ളിയുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായി. പ്രസിഡന്റ് സേവി താണിപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുനമ്പം പോലീസ് സ്റ്റേഷൻ SI TR ഗിൽസ് മുഖ്യപ്രഭാഷണം നടത്തി. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, സിപ്പി പള്ളിപ്പുറം, ജോസഫ് പനക്കൽ, വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ, PTA വൈസ് പ്രസിഡന്റ് KN മുരുകൻ, പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി, സുനിൽ ചൂതമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, 6 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ സെന്റ് മേരീസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സോസ നിങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലെല്ലാം ഇപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു പിക്ചർ ഉണ്ടാവും. ഒട്ടേറെ മഹത് വ്യക്തികൾ പങ്കെടുത്ത ഒരു വലിയ സമ്മേളനത്തോടുകൂടി തുടക്കം കുറിച്ച നിരവധി പ്രോഗ്രാമുകളോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുത്ത നമ്മുടെ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ആദ്യ പൊതുയോഗവും അതുപോലെ തന്നെ ആദരിക്കൽ ചടങ്ങുകളും സമ്മേളനവും ഒക്കെ നടന്നത് ഇന്നും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു. എത്രയെത്ര നമ്മളുടെ എല്ലാ കുട്ടികളെയും അനുമോദിക്കുന്നതിനും ആദരവിനുമായി നടത്തുന്നതിനും വേണ്ടി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സിപ്പി സാർ, പനക്കൽ സാർ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് പോയതാണ്. യോഗം വൈകിയതുകൊണ്ട് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ റാൽസൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ കരീം, ബഹുമാനപ്പെട്ട ഡെറിൽ സാർ, ഡോക്ടർ ഡെറിൽ, ബഹുമാനപ്പെട്ട ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനും ഈ സോസയുടെ സെക്രട്ടറിയുമായ സേവർ സാർ, പിന്നെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ മുരുകൻ സാർ, ബഹുമാനപ്പെട്ട സോസ കമ്മിറ്റി അംഗങ്ങളെ, പ്രിയ ഈ പരിപാടിക്ക് കാരണക്കാരായിട്ടുള്ള പ്രിയ വിദ്യാർത്ഥികളെ, സാന്നിധ്യം ഈ പരിപാടിയെ മാത്രമാക്കി തീർത്തു. അത് മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. സാധാരണ നമ്മൾ കാണികളായിട്ടാണ് വന്നിരിക്കുക. ഇവിടെ അധ്യാപകർക്ക്, കുട്ടികൾക്കും A+ കിട്ടിയോ ഫുൾ A+ കിട്ടിയവർക്കും മറ്റ് 9 A+ കിട്ടിയവർക്കും എല്ലാം സമ്മാനം കൊടുത്തു. അതുപോലെ ഒരു പ്രത്യേക കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ അതിഥികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 15 A+
സെന്റ് മേരീസ് ഹൈസ്കൂളിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു മികച്ച വിജയം തന്നെയാണ്. ഇത് മറ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള വലിയ വിദ്യാലയങ്ങളെ പോലെ സമ്പന്നന്മാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയമല്ല. പാവപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ആളുകൾ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെയും മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന എത്താമെന്ന് ഏറ്റിരുന്നത് നമ്മുടെ മുൻപം ഡിവൈഎസ്പിയായ ശ്രീ എസ് ജയകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന് കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് ഇവിടുന്ന് പോകേണ്ടി വന്നതുകൊണ്ടാണ് പലരും എന്നോട് ഇവിടെ എത്താനായിട്ട് പറഞ്ഞിരുന്നത്. ഇന്ന് ഈ യോഗത്തിന്റെ യോഗാധ്യക്ഷൻ ശ്രീ സേവർ പുതുശ്ശേരി സേവർ താൻപിടി, ഇതേപോലെ തന്നെ പള്ളിപ്പുറത്തിന്റെ ബ്രാഞ്ച് അംബാസിഡർമാരെ രണ്ടുപേർ ഉൾപ്പെടും. നമുക്കാർക്കും അറിയാം, സിപ്പി പള്ളിപ്പുറം സാർ, അതുപോലെ തന്നെ ജോസഫ് അനൂർ സാർ. പള്ളിപ്പുറം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ പുറമേയുള്ളവരുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യ പേരിൽ ഒന്നാണ് സിപ്പി സാറിന്റെ പേര്. അതുപോലെ തന്നെ ജോസഫ് പനക്കോലും, അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ നമ്മുടെ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്, നമ്മൾ ഇത്രയും പഠിച്ചു മിടുക്കന്മാരായി മിടുക്കികളായി വന്നത് ഈ ഒരു എങ്ങനെയാണ് എത്തിയതെന്നുള്ള ചിന്ത നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. യാതൊരു കാരണവശാലും ഒരു വലയിലും നിങ്ങൾ ചെന്ന് വീഴരുത്. നിങ്ങൾ നല്ല കുട്ടികളായി, നല്ല തലമുറകളായി വളരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ജോസഫ് ഡെറിലിനെയും ഡോക്ടർ അബ്ദുൽ കരീമിനെയും വിദ്യാലയത്തിൽ നിന്നും മുഴുവൻ A+ഉം 9 A+ഉം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനെയും ഹൈസ്കൂൾ അധ്യാപകരെയും ആദരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ അബ്ദുൽ കരീമിൻ്റെ മാജിക് ഷോയും പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു.